വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതശരീരം വീട്ടിലെത്തിച്ചു. ഇതിനിടെ കൂട് സ്ഥാപിച്ചതിന് സമീപത്തായി കടുവയുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. കടുവയെ കൂട്ടിലാക്കുക എന്നതിനാണ് പ്രാഥമിക പരിഗണന എന്ന് വനംവകുപ്പ് അറിയിച്ചു. കുംകി ആനകളെ വൈകാതെ എത്തിക്കും. ഉച്ചയോടുകൂടി വെറ്ററിനറി ടീമിന്റെ പരിശോധന നടക്കും. ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാകും. കൂടുതൽ ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ കൂടി ഇത് സ്ഥാപിക്കുന്നുണ്ട്. ഇതിനകം 38 ക്യാമറകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ക്യാമറകളിൽ പതിഞ്ഞ ചില ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ കടുവ കൂടിന് സമീപത്തുണ്ട് എന്ന് മനസ്സിലായത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം, രാധയുടെ പൊതുദർശനം തുടരുകയാണ്. നിരവധി നാട്ടുകാരാണ് അങ്ങോട്ടേക്ക് എത്തി രാധയ്ക്ക് അന്തിമാഞ്ജലി അർപ്പിക്കുന്നത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, പോലീസിന്റെയൊക്കെ വലിയ സാന്നിധ്യമുണ്ട് അവിടെ. രാധയുടെ ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അറിയേണ്ടത് ഈ കടുവ അത് കൂട്ടിന് സമീപമുണ്ട് എന്നുള്ളതാണ്. അത് ആശ്വാസകരമാണ്. കൂട്ടിലേക്ക് കയറ്റാനുള്ള നടപടികൾ അല്ലെങ്കിൽ കൂട്ടിലെത്തിക്കാനുള്ള കൂടുതൽ കാര്യങ്ങളിലാണോ ഇപ്പോൾ വനംവകുപ്പ്? തീർച്ചയായും ഒരു വശത്ത് രാധയുടെ സംസ്കാരത്തിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഈ കടുവയെ കൂട്ടിലാക്കി പിടികൂടുക എന്ന ലക്ഷ്യവുമായി വനംവകുപ്പ് ഊർജിതമായ പരിശ്രമം നടത്തി വരികയാണ്. ഇന്നലെ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 3 മണിയോടുകൂടി വീണ്ടും കടുവയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നു. രാധയുടെ മൃതദേഹം കടന്ന സ്ഥലത്തേക്ക് പോയ നാട്ടുകാർ കടുവയെ നേരിട്ട് കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ തന്നെ കടുവ ഉണ്ടാകും എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൃതദേഹം കാണപ്പെട്ട സ്ഥലത്ത് ചേർന്ന് തന്നെ പ്രത്യേക കൂട് തയ്യാറാക്കിയത്. ഇലകളും മരച്ചില്ലകളും ഒക്കെ ചേർത്ത് ഒറ്റനോട്ടത്തിൽ കൂടാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ഒരു കെണിയാണ് അവിടെ ഒരുക്കി. അതിനുള്ളിൽ ആടിനെയും ജീവനുള്ള ആടിനെയും സൂക്ഷിച്ചിട്ടുണ്ട്. അവിടേക്ക് കടുവ എത്തും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് കടുവ ഒരു ഇരയെ പിടികൂടിയാൽ പിന്നീട് ആ സ്ഥലത്തേക്ക് വീണ്ടും എത്തുന്ന പ്രവണത കാണിക്കാറുണ്ട്. നേരത്തെ പുൽപ്പള്ളിയിൽ മറ്റും അമരക്കുരി മേഖലയിൽ എത്തിയ കടുവ വളർത്തു മൃഗങ്ങളെ ആടുകളെയാണ് പിടികൂടിയത്. ഓരോ ആടുകളെയും കൊന്ന ശേഷം മണിക്കൂറുകളുടെ ഇടവേളയിൽ ആ സ്ഥലത്തേക്ക് തന്നെ എത്തിയിരുന്നു. അവിടെ സ്ഥാപിച്ചിരുന്ന കൂടുകളുടെ സമീപത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ പലപ്പോഴും കൂടുകളിൽ കയറാതെ ഈ കൂടുകൾക്ക് ചുറ്റും നടന്ന ശേഷം നടന്നകലുന്ന കടുവയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ആട്ടിൻകൂടിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു കൂട് ക്രമീകരിക്കുകയും ആ കൂട്ടിൽ കുടുങ്ങുകയുമാണ് ചെയ്തത്. എന്തായാലും അതേ രീതിയിൽ തന്നെ ഇവിടെയും കൂട്ടിലേക്ക് കടുവ കയറും എന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇന്ന് രാവിലെയും അധികൃതർ പ്രകടിപ്പിച്ചത്. ചില ക്യാമറ ട്രാപ്പുകൾ കാട്ടിലുടനീളം സ്ഥാപിച്ചിട്ടുണ്ട്. 38 ക്യാമറകളാണ് കാട്ടിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ക്യാമറകളിലൊന്നിൽ ഈ കടുവയുടെ ഒരു സൂചനകൾ, കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതുകൊണ്ട് ഈ സംഭവ സ്ഥലത്തിന് സമീപം തന്നെ ഇപ്പോഴും കടുവ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉൾക്കാടിലേക്ക് പോയിട്ടുമില്ല. എന്തായാലും തിരിച്ച് ഈ താൻ ആക്രമിച്ച ഇരയുടെ അടുത്തേക്ക് എത്തും എന്ന ഒരു കണക്കൂട്ടിൽ തന്നെയാണ്. ആ ഭാഗത്തു നിന്നും ആളുകളെയൊക്കെ പൂർണ്ണമായും മാറ്റിയിരുന്നു. ഈ നിലവിലുള്ള ക്യാമറ ട്രാപ്പുകൾക്കപ്പുറം 8 തത്സമയ സ്ട്രീമിംഗ് സൗകര്യമുള്ള ക്യാമറകൾ കൂടി സ്ഥാപിക്കാൻ ഉള്ള നടപടിക്രമങ്ങൾ അധികൃതർ കൈക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ ക്യാമറ ട്രാപ്പിൽ നിലവിലെടുക്കുന്ന ഡാറ്റ പുറത്ത് എത്തിച്ച് വിശകലനം ചെയ്യുമ്പോഴാണ് കടുവയുടെ സാന്നിധ്യം അറിയാൻ. പക്ഷേ ആ സ്ഥലത്തേക്ക് ആ സമയത്ത് പിന്നീട് എത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് തത്സമയ സ്ട്രീമിംഗിൽ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടാൽ ആ മേഖലയിലേക്ക് കൂടുതൽ വനപാലകർ എത്തുകയും ഒരുപക്ഷെ മയക്കുവെടി വെച്ച് പിടികൂടി നടക്കുമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതിനുമൊക്കെ കഴിയും. അതുകൊണ്ടാണ് തത്സമയ ക്യാമറകൾ കൂടുതലായി ലൈവ് സ്ട്രീമിംഗ് സൗകര്യമുള്ള ക്യാമറകൾ കൂടുതൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഡ്രോൺ നിരീക്ഷണം തുടരുന്നുമുണ്ട്. ഇന്നലെയും ഈ തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ഡ്രോണുകളിൽ കാര്യമായൊരു സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ
ഡ്രോണുകൾക്ക് പകരം ഈ സാധാരണ ഏരിയൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ പുരോഗമിക്കും. ഒപ്പം കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിക്കും എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുങ്കിയാനകളുടെ സാന്നിധ്യം എത്രമാത്രം തെരച്ചിലിന് ഗുണകരമാവും എന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്കും കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുന്നില്ല. കാരണം ഈ സാധാരണഗതിയിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇറങ്ങി ഈ സമതലങ്ങളിലൊക്കെയാണ് കുങ്കിയാനകൾ ഉപയോഗിച്ച് പരിശോധന നടത്താറുള്ളത്. പക്ഷേ ഇത് മുളങ്കാടുകൾ തിങ്ങി നിറഞ്ഞ ഇടതൂർന്ന മരങ്ങളുള്ള ഒരു വലിയ വനമേഖലയാണ്. അതുകൊണ്ട് കുങ്കിയാനകൾ എത്രമാത്രം ഫലപ്രദമാവും എന്നറിയില്ല. പക്ഷേ കുങ്കിയാനകളെ ഉച്ചയ്ക്ക് മുമ്പായി എത്തിക്കും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വനംവകുപ്പിന്റെ വെറ്റിനറി സംഘം ഡോക്ടർ അരുൺ സക്കറിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള സംഘവും കാട്ടിൽ അല്പസമയത്തിനകം എത്തിച്ചേരും. എന്തായാലും 3 തരത്തിലുള്ള കാര്യങ്ങളും പരിഗണിക്കുന്നു. അതായത് കൂട്ടിൽ കെണിയിലാക്കി ഈ കടുവയെ പിടികൂടുക, പക്ഷേ ഏറ്റവും ഏറെ ദുഃഖകരമായ കാഴ്ചകളാണ്. രാധയുടെ ബന്ധുക്കളാണ്, രാധയുടെ അടുത്ത ബന്ധുക്കളാണ് മൃതദേഹം അവസാനമായി കണ്ട് പൊട്ടിക്കരയുന്നത്. അപ്പുറത്തും കൂടെ വരണേ, ഇതിലൂടെ വരാം. ആ സൈഡ് സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അല്പം മുമ്പാണ് വലിയ പോലീസിന്റെ സാന്നിധ്യത്തിൽ രാധയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. എല്ലാ നടപടിക്രമങ്ങളും ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തോതിലുള്ള ജനങ്ങളുടെ ജനക്കൂട്ടം അവിടെയുണ്ട്. ഒരുപാട് ആളുകൾ രാധയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കടുവയെ അല്പം മുമ്പ് ഈ കൂടിന് സമീപത്ത് കണ്ടു. പക്ഷേ കടുവയെ കൂട്ടിനകത്തേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കടുവ കൂടിന് സമീപത്ത് ഇങ്ങനെ വിഹരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ കൂട്ടിനകത്തേക്ക് കയറ്റാൻ സാധിച്ചിട്ടില്ല. പരമാവധി കൂട്ടിനകത്ത് കയറ്റി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അത് സാധിക്കാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊന്ന്, അങ്ങനെ സാധിച്ചില്ല എങ്കിൽ വെടിവെച്ച് കടുവയെ മയക്കുവെടി വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലുക. 2 ഉത്തരവുകളും പോലീസിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും ഇന്ന് അതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അരുൺ സക്കറിയ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ, വനംവകുപ്പിൻ്റെ പ്രമുഖർ അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എസ് അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊപ്പമാണ് ഈ പറഞ്ഞതുപോലെ പോലീസ് ഈ കടുവയുടെ സാന്നിധ്യം സമീപത്ത് ഉണ്ടായി, കൂടുതൽ സമീപത്ത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്?
രഞ്ജിത്തെ ഏറ്റവും പ്രാധാന്യം അധികൃതർ നൽകുന്നത് ഈ കടുവയെ കൂട്ടിൽ പിടികൂടുക എന്നതിന് തന്നെയാണ് എന്ന് നേരത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. കാരണം വലിയ കടുത്ത നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ കടുത്ത പ്രോട്ടോകോളുകളൊക്കെയാണ് ഈ കടുവയുമായി ബന്ധപ്പെട്ടുള്ളത്. കടുവ ഒരു ദേശീയ മൃഗമാണ്. ഒപ്പം കടുവ സംരക്ഷണത്തിനായി തന്നെ കോടിക്കണക്കിന് രൂപ പ്രതിവർഷം കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരമാവധി കൂട്ടിൽ കിട്ടിയാൽ കൂട്ടിൽ തന്നെ കടുവയെ പിടികൂടാം, അല്ലെങ്കിൽ കൂട്ടിൽ കടുവ കുടുങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നവരും. നേരത്തെ പുൽപ്പള്ളി മേഖലയിലും ആദ്യം ജനങ്ങൾ ഈ വെടിവെച്ച് പിടികൂടണം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ ആഹ്വാനങ്ങൾ കൊടുത്തപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്നും ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയായിരുന്നു. കാരണം ഈ കൂട്ടിനുള്ളിൽ കടുവ കുടുങ്ങും എന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷ കൃത്യമാവുകയും ഒടുവിൽ വനംവകുപ്പ് ഒരുക്കിയ കെണിയിൽ ഈ കടുവ കുടുങ്ങുകയുമായിരുന്നു. അതിനെ പിന്നീട് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തു. എന്തായാലും അത്തരത്തിലൊരു തന്ത്രം തന്നെയാവും ഇവിടെയും കൈക്കൊള്ളുക എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പ്രഥമ പരിഗണന എന്തായാലും ഈ കടുവയെ കൂട്ടിൽ പിടികൂടുക എന്നത് തന്നെയാണ്. ഈ വന മേഖലയ്ക്ക് സമാനമായ സാഹചര്യത്തിലുള്ള ഒരു കൂടാണ്, ഒരു കെണിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇലകളും മരച്ചില്ലകളും ഒക്കെ ചേർത്തുള്ള ഒരു കൂടാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങേറ്റം വൈകാരികമായ ചില രംഗങ്ങൾ കൂടി ഈ വീട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അയൽവാസികളായ ആളുകൾ, രാധയുടെ അടുപ്പമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തി വലിയ നിലവിളിയോടുകൂടി എത്തുന്ന കാഴ്ചകൾ കണ്ടു. ബന്ധുക്കളിൽ ഒരാള് ഒഴിഞ്ഞു വീണിട്ടിപ്പോൾ ആശുപത്രിയിലേക്ക് നീക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. കാരണം ഇന്നലെ രാവിലെ ഈ വീട്ടിൽ നിന്നും പതിവ് പോലെയുള്ള ജോലിക്കായി പുറത്തേക്ക് പോയ ഒരു വീട്ടമ്മയാണ് ചേതനയറ്റ ഭൗതിക ശരീരമായി ഇന്നിപ്പോൾ ഇവിടേക്ക് മടങ്ങി എത്തിയിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം. കാരണം ഒരു ജനവാസ മേഖലയോട് ചേർന്നുള്ള വനമേഖലയാണ് ഉള്ളത്. പക്ഷേ കടുവയുടെ സാന്നിധ്യം ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ഇവിടെ അനുഭവപ്പെട്ടത്. മറ്റു പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. കാട് ഇവർക്ക് സ്വന്തം വീട് പോലെയാണ്. കാടിനോടും വന്യജീവികളോടും ഒക്കെ നിരന്തരം ഇടപഴകിയുള്ള ഒരു ജീവിത ശൈലിയാണ് ആദിവാസികൾക്കുള്ളത്. അതുകൊണ്ട് കാടൊരിക്കലും ചതിക്കും അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ആക്രമണം ഉണ്ടാവും എന്നത് ഈ കുടുംബം വിചാരിച്ചില്ല. രാധയുടെ ഭർത്താവായിട്ട് ഒരു വനംവകുപ്പ് വാച്ചറാണ്. ഈ രാധയ്ക്ക് ആക്രമണമേറ്റ സ്ഥലമടക്കമുള്ള ബ്ലോക്കുകളിൽ സ്ഥിരമായി പരിശോധനകൾ നടത്തുന്നതിനും നിരീക്ഷണം നടത്തുന്നതിനും ഒക്കെ പോയിരുന്ന ഒരു ആൾ കൂടിയാണ്. അതുകൊണ്ട് അങ്ങേയറ്റം അപ്രതീക്ഷിതമായ സാഹചര്യത്തിലാണ് ഒരു വേർപാട് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഒരു വേദന നമുക്ക് ഇവിടെ നിൽക്കുന്ന ആളുകളുടെ മുഖങ്ങളിൽ, അയൽപ്പക്കംകാരായാലും ബന്ധുക്കളായാലും ഒക്കെ വലിയ നിലവിളികളോടുകൂടിയാണ് ഈ മൃതദേഹം എത്തിയപ്പോൾ അവർ അതിനെ കാണാനായി എത്തിയത്. എന്തായാലും അങ്ങേയറ്റം വൈകാരികമായ സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യം ഇതുപോലെ നിലനിൽക്കുമ്പോഴാണ് മറുവശത്ത് കടുവയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഒരിടത്ത് ഒരു ആക്രമണം നടത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക്, കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഈ കടുവ എത്താനുള്ള സാധ്യതകൾ അധികൃതർ തള്ളിക്കളയുന്നില്ല. കടുവയുടെ ഒരു രീതി അതാണ്. ഒരിടത്തൊരു ഇരയെ ആക്രമിച്ച ശേഷം പിന്നീട് വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ എത്തുക, അല്ലെങ്കിൽ ആക്രമിച്ച ഇരയെ വീണ്ടും ഭക്ഷിക്കാനായി എത്തുക തുടങ്ങിയ രീതികളാണ് സാധാരണ ഇതിൽ കടുവ അവലംബിക്കാറ്. ഏതാണ്ട് ഒരാഴ്ചയോളം ആ മേഖലയിൽ തന്നെ കടുവയുടെ സാന്നിധ്യം കാണും. നേരത്തെ പുൽപ്പള്ളി മേഖലയിൽ കണ്ട കടുവയാണെങ്കിൽ ഇരപിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ആരോഗ്യം നന്നായി ക്ഷയിച്ചുള്ള ഒരു കടുവയായിരുന്നു. അതുകൊണ്ട് മനുഷ്യർക്ക് വലിയ ആക്രമണം ആ കടുവയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇരപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കൂട്ടിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിനുള്ളിൽ കെട്ടിയിട്ടിരിക്കുന്ന ആടുകളെ വലിയ പ്രതിരോധം തീർക്കാത്ത, ഇതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയാത്ത, ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ കെട്ടിയിടപ്പെട്ട ആടുകളെ മാത്രം തെരഞ്ഞാണ് ആ കടുവ വേട്ടയാടി കൊന്നത്. പക്ഷേ ഇവിടെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ഒരു നരഭോജിയായ കടുവയാണ്. മനുഷ്യന്റെ രക്തം, മനുഷ്യന്റെ മാംസം ഭക്ഷിച്ച് തുടങ്ങിയ ഒരു കടുവയാണ്. അതുകൊണ്ട് തന്നെ ആ കടുവ ഇനി പിന്മാറുമെന്ന് കരുതാൻ കഴിയില്ല എന്ന് നാട്ടുകാർ പറയുന്നു. വലിയ ആശങ്ക ഈ മേഖലകളിലുണ്ട്. നിരോധനാജ്ഞ നിലവിലുണ്ടെങ്കിൽ പോലും എത്ര ദിവസം അവരുടെ ജീവിതം പൂട്ടിയിടപ്പെട്ട രീതിയിൽ കഴിയും. അവർ പലപ്പോഴും പലരുടെയും ജീവിത മാർഗം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. കാപ്പിത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ, കാപ്പി കർഷകരായ മറ്റാളുകൾ, അവർക്കൊക്കെ വിളവെടുപ്പ് കാലമാണ്. നേരത്തെ അമരക്കുരി മേഖലയിൽ നമ്മൾ കണ്ടിരുന്നു. അവിടെയും ഏറെ കാപ്പിത്തോട്ടങ്ങളും കാപ്പി കർഷകരുമാണ്. അവരുടെ ജീവിതം ഒരാഴ്ച പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങിയ സാഹചര്യം കണ്ട്. എന്തായാലും ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ സമീപപ്രദേശങ്ങളിലും ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഒരാഴ്ചയോളം ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ, അങ്ങനെയാണ് നേരത്തെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ അല്ലെങ്കിൽ 1-2 കിലോമീറ്റർ ചുറ്റുമുള്ള മറ്റ് ജനവാസ മേഖലകളിലേക്ക് ഈ കടുവ എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഭഗീരഥ പ്രയത്നം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുണ്ട്. 100 കണക്കിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇന്നലെ ഈ പല മേഖലകളിലായി നിരീക്ഷണത്തിനായി നിന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും വാച്ചർമാരും തുടങ്ങി ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ വരെയുണ്ട്. അവർ പൂർണ്ണ സമയ നിരീക്ഷണത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. അതാണ് സാഹചര്യം. ഏതായാലും കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ
എല്ലാ തലത്തിലും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ട് ഇന്ന് കാട്ടാന ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പാലക്കാട് വാദ്യാർ ചള്ള യ്ക്കടുത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. പരിക്കേറ്റ വിജയനെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ ആനകൾ ഇറങ്ങി നോക്കാൻ പോയപ്പോഴാണ് സംഭവം. പുലർച്ചെ 4:45ഓടെയാണ് ഈ സംഭവം ഉണ്ടായത്. പാടത്ത് ആന രാത്രിയായി ശല്യങ്ങളായിട്ട് വന്നിട്ട് നമ്മൾ ആട്ടി വിട്ട സമയത്ത് പോയിട്ട് വെട്ടം വന്നിട്ട് നമ്മളെ ആക്രമിച്ചതാണ്. അനിയനാണ് വിജയൻ. എത്ര മണിക്ക് സംഭവം? ഒരു പുലർച്ചെ 4 മണി 3:30 സമയത്താണ്. 2-3 തവണ വന്നത്. നൈറ്റ് ഫുള്ളായിട്ട് 2-3 തവണ വന്നതാണ്. നമ്മൾ മുടുക്കി വിട്ടതാണ്. പിന്നെ അത് തിരിച്ച് കൃഷി സ്ഥലത്ത് വരികയാണ്. ഇത് 3 ഉണ്ടായിരുന്നു. മലപ്പുറം ഊർങ്ങാട്ടിരിയിലെ കിണറ്റിൽ കാട്ടാന വീണ സംഭവത്തിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച വനംവകുപ്പ്. മലപ്പുറം കളക്ടറേറ്റിൽ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകരുടെ പ്രതിനിധികൾ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായത്. ആനയെ കിണറ്റിൽ നിന്നും കയറ്റുവാൻ നാട്ടുകാർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അവയെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ നടപടി. വനം വകുപ്പ് ഫണ്ടിൽ 7.5 കിലോമീറ്റർ സോളാർ വൈദ്യുത വേലി നിർമ്മിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കി ടെൻഡർ നടത്തും. പ്രദേശവാസികളുടെ സഹായത്തോടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ സഹായത്തോടെ ഫെൻസിംഗ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകും. കാട് കയറ്റിയ കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനായി 2 കുങ്കിയാനകൾ ഉപയോഗിച്ച് പട്രോളിംഗ് നടത്തും. കുങ്കിയാന അവിടെ വെച്ച പട്രോളിംഗ് ആണ് നടത്തുന്നത്. സാധാരണഗതിയിൽ ഒരു കുങ്കി പട്രോളിംഗ്, ഒരു കൺഫ്രണ്ടേഷൻ ലെവലാണ് കുങ്കി പട്രോളിംഗ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ സജ്ജമായ മെഡിക്കൽ ടീമോട് കൂടി മയക്കുവെടി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം അവിടെയുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള വിദഗ്ധ ഡോക്ടർമാർ അടക്കം സാന്നിധ്യത്തോടു കൂടിയാണ് നമ്മൾ കുങ്കിയാനയെ അവിടെ നിർത്തിയത്. കൃഷികൾ ഇൻഷുറൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും. ജനരോഷം അതിശക്തമായ സാഹചര്യത്തിലാണ് വനംവകുപ്പ് നടപടി. കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷത്തിൽ നിന്നും 11 ലക്ഷമാക്കാനും തീരുമാനിച്ചു. കൃഷിഭൂമിയുടെ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് ഇവർ നൽകി കഴിഞ്ഞു. അത് ചെയ്തു തരാനുള്ള ഏറ്റവും എളുപ്പമായ, ഏറ്റവും വേഗതയാർന്ന നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചു. ആന വീണ കിണറിന്റെ ഉടമയായ കൂരംകല്ലിൽ സണ്ണിക്ക് നഷ്ടപരിഹാരമായി 1.5 ലക്ഷം രൂപ കൈമാറി. യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ്, നിലമ്പൂർ നോർത്ത് DFOP കാർത്തിക്, സൗത്ത് DFO ധനിക് ലാൽ, പെരിന്തൽമണ്ണ സബ് കളക്ടർ, ഊർങ്ങാട്ടിരി പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് അംഗം, കാർഷിക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നിരന്തരം കാടിറങ്ങുന്നതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതിരപ്പിള്ളിയിലെ ജനങ്ങൾ. കാർഷിക വിളകളും വ്യാപകമായി ഇവ നശിപ്പിക്കുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടം വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായേക്കാണ്. എന്നും മൃഗങ്ങളിലെ ചാന, അതുപോലെ പന്നി, മാൻ, മറ്റു മൃഗങ്ങളായാലും വന്ന് വളരെ ബുദ്ധിമുട്ട്, ഉപദ്രവമാണ് ഞങ്ങൾക്ക് ചെയ്യണേ. എല്ലാ വന്യമൃഗങ്ങളും ഉള്ള ഒരു മേഖല തന്നെയാണ്. ആടിനെ വളർത്തുകയാണെങ്കിൽ പുലി പിടിക്കും, ചെന്നായ പിടിക്കും. അതുപോലെ കോഴിയെ വളർത്തുകയാണെങ്കിലും ഇതുപോലെ കാട്ടുപൂച്ചയും മറ്റ് സാധനങ്ങളൊക്കെ പിടിക്കും. ഇവരെല്ലാം പറയുന്നത് അതിരപ്പള്ളി വനമേഖലയോട് ചേർന്നുള്ള ജനങ്ങളുടെ ജീവിതമാണ്. വീട്ടുമുറ്റത്ത് പോലും ഏതു നിമിഷവും കാട്ടാന എത്തിപ്പെടാവുന്ന അവസ്ഥ. തെങ്ങിൽ ചുറ്റിയിരിക്കുന്ന ഈ മുള്ളുകമ്പി ആനയെ പ്രതിരോധിക്കാനാണ്. ഇല്ലായെങ്കിൽ തെങ്ങ് മറിച്ചിടുന്നത് വീടിന് മുകളിലേക്കായിരിക്കും. ഒരർത്ഥത്തിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടം ഇല്ലെങ്കിൽ കാട്ടാനകൾ ഏതു സമയവും നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ്. തോട്ടം പകൽ പോലും ഇവരുടെ വിഹാര കേന്ദ്രമാണ്. അതിന്റെ നേർചിത്രമാണ് കുത്തിമറിച്ചിട്ടിരിക്കുന്ന എണ്ണപ്പനകൾ. എണ്ണപ്പനത്തോട്ടത്തിലാണ് പ്രധാനമായിട്ടും കാട്ടാനകൾ തമ്പടിക്കുന്ന സ്ഥലം. എണ്ണപ്പനത്തോട്ടമാണ്. അതിരപ്പള്ളി പഞ്ചായത്തിൻ്റെ ചാലക്കുടി പുഴയുടെ ഇരുവശങ്ങളിലും എണ്ണപ്പനത്തോട്ടമാണ് കൂടുതലുള്ളത്. ഈ പ്രദേശത്ത് എണ്ണപ്പന കുത്തിമറിച്ചിട്ട് തിന്നുന്നതുകൊണ്ട് മാത്രമാണ് ജനവാസ മേഖലയിലേക്ക് രൂക്ഷമായ കാട്ടാന ശല്യത്തിന് ഒരു കുറവ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് പതിയെ ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി വ്യാപകമായിട്ട് നശിക്കുന്ന സ്ഥിതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിക്കേറ്റ കാട്ടാനയെ ചികിത്സിച്ച് തിരിച്ചയച്ചെങ്കിലും പൂർണ്ണമായും കാട് കയറിയിട്ടില്ല. വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ഈ മേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് 18 കൊച്ചി.
ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ തുടരും. KPCC അധ്യക്ഷന് ഹൈക്കമാൻഡ് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി സുധാകരൻ രാവിലെ കൂടിക്കാഴ്ച നടത്തും. കണ്ണൂരിൽ വെച്ചാണ് പുനഃസംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ച. കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം നടത്തുന്ന KPCC ജനറൽ സെക്രട്ടറിമാരെയും DCC അധ്യക്ഷന്മാരെയും ഉടൻ മാറ്റിയേക്കുമെന്നാണ് സൂചന. അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തന്നെ തുടരും എന്ന വാർത്ത News 18 ആണ് ഇന്നലെ പുറത്തുവിട്ടത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ആ വാർത്ത ഇന്നാണ് മറ്റു ചാനലുകളൊക്കെ സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ ഡാൻ ഇത് വളരെ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ട് എന്ന കാര്യത്തിൽ എന്ത് ഫോർമുലയാണ് സുധാകരൻ ഈ ഉറപ്പ് ലഭിക്കാൻ മുന്നോട്ട് വെച്ചത്? വലിയ സമ്മർദ്ദ നീക്കത്തിന് ഒടുവിലാണ് സുധാകരന്റെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിനുള്ള കളമൊരുങ്ങിയത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ അപമാനിച്ച് സമ്മർദ്ദത്തിന് വഴങ്ങി അപമാനിച്ച് പുറത്താക്കാനാണ് നീക്കമെങ്കിൽ MP സ്ഥാനം തന്നെ രാജിവെച്ചേക്കുമെന്ന കടുത്ത നിലപാടെടുത്തു. അതോടൊപ്പം ഹൈക്കമാൻഡ് പ്രതിനിധികൾ AICC പ്രതിനിധി സംഘം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂർ, രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് AK ആന്റണി അവരെല്ലാവരും അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തന്നെ തുടരണമെന്ന നിലപാടെടുക്കുകയായിരുന്നു. അതിനു പുറമെയാണ് മുൻ KPCC അധ്യക്ഷന്മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതോടൊപ്പം തന്നെ VM സുധീരനും K മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കളും ഇതേ നിലപാടുമായി രംഗത്ത് വന്നത്. രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ ആ നിലപാട് മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ തലപ്പത്തൊരു പൊളിച്ചെഴുത്തിലേക്ക് കടന്നാൽ അത് പാർട്ടിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നൊരു വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മാത്രവുമല്ല, സംസ്ഥാനത്ത് അസംതൃപ്തരായ ഒരു കൂട്ടം നേതാക്കൾ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ തെരഞ്ഞെടുക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ മാറിയാൽ അത് വലിയ തരത്തിൽ ഭിന്നത മറന്നീക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും. ഇതിനോടകം തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, അതിലുണ്ടായ ചർച്ചകളിലെ വിമർശനങ്ങൾ, അതൊക്കെ വലിയ തരത്തിൽ വാർത്തകളിൽ ചർച്ചകളായി നിറയുകയാണ്. അതിനിടയിൽ അധ്യക്ഷനെ മാറ്റുന്ന തരത്തിലേക്കൊരു കടുത്ത നടപടിയിലേക്ക് കടന്നാൽ അത് വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പാർട്ടിക്ക് സംഘടനാ തലത്തിൽ തിരിച്ചടിയായി മാറുമെന്ന വിലയിരുത്തൽ തന്നെയാണ് അങ്ങനെയൊരു നിർണായക തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം എത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ സുധാകരൻ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി കണ്ണൂരിൽ കൂടിക്കാഴ്ച നടത്തും. പുനഃസംഘടനാ നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് KPCC അധ്യക്ഷന് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രധാനമായി ഒഴിവ് വന്ന KPCC ട്രഷറർ പദവിയിലേക്ക് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ ഒരാളെ തന്നെ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ N സുബ്രഹ്മണ്യന്റെ പേരിനാണ് ഇപ്പോൾ മുൻതൂക്കമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം നടത്തുന്ന KPCC ജനറൽ സെക്രട്ടറിമാരെ അടക്കം ഒഴിവാക്കി പുതിയ ആളുകളെ അവിടേക്ക് നിയോഗിച്ചേക്കും. ഒരുപക്ഷെ യുവമുഖങ്ങൾക്ക് തന്നെ പ്രാതിനിധ്യം കിട്ടാനാണ് സാധ്യത. അതോടൊപ്പമാണ് സംസ്ഥാനത്ത് 14 ജില്ലകളിലെ DCC അധ്യക്ഷന്മാരുടെ പ്രവർത്തനം കൃത്യമായി വിലയിരുത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം നടത്തുന്ന 8 അതിലധികമോ DCC അധ്യക്ഷന്മാരെ ഉൾപ്പെടെ മാറ്റിയേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. അതിൽ പ്രധാനമായി തൃശൂരിൽ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരണം എന്നൊരു പ്രവർത്തകരുടെ വികാരം, അത് നേതൃത്വം അങ്ങനെ തന്നെ കണക്കിലെടുക്കാനാണ് സാധ്യത. പ്രധാനമായി 3 പേരുകൾ കേന്ദ്രീകരിച്ചാണ് അവിടെ ചർച്ച നടക്കുന്നത്. അവിടെ മുൻ DCC അധ്യക്ഷൻ കൂടിയായ ജോസ് വള്ളൂർ, KPCC ഓഫീസിന്റെ ചുമതലയുള്ള TU രാധാകൃഷ്ണൻ, അതോടൊപ്പം അനിൽ അക്കര, ഈ 3 പേരുടെ പേരുകളിലാണ് ഇപ്പോൾ ചർച്ചകൾ സജീവമായി പുരോഗമിക്കുന്നത്. അതിനു പുറമെയാണ് വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ DCC അധ്യക്ഷൻ ND അപ്പച്ചനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന വികാരം പ്രാദേശികമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വിഭാഗം നേതാക്കൾ KPCC നേതൃത്വത്തെ അടക്കം ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, പ്രിയങ്ക ഗാന്ധി പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിന്റെ ചുമതലയുള്ള DCC അധ്യക്ഷനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ദേശീയ നേതൃത്വവും കൃത്യമായി തന്നെ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ND അപ്പച്ചനെ മാറ്റി പകരം മറ്റൊരാളെ വയനാട് DCC അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകളും സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. അന്തിമമായ തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കും. ആ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് KPCC അധ്യക്ഷനുമായി KC വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ മലയോര യാത്ര, UDFന്റെ മലയോര യാത്ര, അതായത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര യാത്ര ഇന്ന് തുടക്കമാകും.
അതൊരു സമരയാത്രയായി തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. ഇരിക്കൂറിലെ കരുവഞ്ചാലിൽ നിന്നും ആരംഭിച്ച് ഫെബ്രുവരി 5-നാണ് തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ യാത്ര സമാപിക്കുക. CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. എറണാകുളം ടൗൺ ഹാളിൽ 27 വരെ പ്രതിനിധി സമ്മേളനം നടക്കും. ഇന്ന് രാവിലെ 10:00-ക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, നിരവധി വിഭാഗീയ പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു ജില്ലയാണ് കൊച്ചി, എറണാകുളം. നിരവധി ജില്ലകളിൽ വിഭാഗീയ പ്രവർത്തനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളും സംഘങ്ങളുടെ പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായി തന്നെ പ്രതീക്ഷിക്കണോ എറണാകുളത്തും? രഞ്ജിത്ത്, ജില്ലാ സമ്മേളനം എന്തായാലും തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടുള്ള പതാക ഉയർത്തൽ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നിരവധി വിഭാഗീയ പ്രശ്നങ്ങൾ, അതായത് പുണിത്തുറ ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ 10-ലധികം പേർ രാജിവെച്ച സംഭവങ്ങൾ, ഇതൊക്കെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല കൂത്താട്ടുകുളം വിഷയം, കലാരാജുവുമായി ബന്ധപ്പെട്ട കൗൺസിലർ കലാരാജുവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതുപോലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയ പാളിച്ച, ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടനാ ചർച്ചകളിൽ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം പ്രതിനിധി സമ്മേളനം നടക്കും. ഈ എറണാകുളത്ത് ടൗൺ ഹാളിലാണ് ഇപ്പോൾ ഉള്ളത്. 27 വരെയാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. അതുപോലെ 10:30 എന്നാണ് അറിയിച്ചിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള പതാക ഉയർത്തലും ഒക്കെ അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. 27 നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം ജില്ലാ സമ്മേളനത്തിലുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ഇതാണ് സാഹചര്യം. എന്തായാലും എറണാകുളം ജില്ലാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. അല്പസമയത്തിനകം പതാക ഉയർത്തൽ നടക്കും. നിയമന വിവാദത്തിൽ വീണ്ടും കുരുക്കിലായി കണ്ണൂർ DCC നേതൃത്വം. മാടായി കോളേജിലെ വിവാദമുണ്ടാക്കിയ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങും മുൻപാണ് പയ്യന്നൂർ കോളേജിലും സമാനമായ സാഹചര്യം. CPM ബന്ധമുള്ള ഉദ്യോഗാർത്ഥിക്ക് നിയമനം നൽകാനുള്ള നീക്കത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ KPCC ഉപസമിതിയുടെ അന്വേഷണം തുടരുന്നതിനിടെയാണ് നേതൃത്വത്തെ വെട്ടിലാക്കി കോൺഗ്രസ് ഭരിക്കുന്ന പയ്യന്നൂർ കോളേജിലും പുതിയ നിയമന വിവാദം തലപൊക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരുകൾ തഴഞ്ഞുകൊണ്ട് ഇടത് ബന്ധമുള്ള ഉദ്യോഗാർത്ഥിക്ക് നിയമനം നൽകാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കോളേജ് മാനേജ്മെന്റ് പ്രസിഡന്റ് K. സുരേഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞിരുന്നു. കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജിന്റെ അറിവോടെയാണ് പയ്യന്നൂർ കോളേജിൽ വിവാദ നിയമനത്തിന് നീക്കം നടക്കുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. DCC നേതൃത്വം പക്ഷേ വിവാദങ്ങളോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കുന്ന നടപടിയാണ് തുടർച്ചയായി നിയമന വിഷയത്തിൽ ഉണ്ടാകുന്നതെന്നാണ് ആക്ഷേപം. അതേസമയം വിവാദം വഷളാകും മുമ്പ് പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്താൻ KPCC നേതൃത്വം DCC ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയതായാണ് സൂചന. ഇടതുപക്ഷവുമായി നേരിട്ട് രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നടക്കുന്ന കണ്ണൂരിൽ കോൺഗ്രസ് നേതാക്കൾക്ക് CPM ഉന്നതരുമായി രഹസ്യബന്ധമുണ്ടെന്ന വിമർശനം ഉയരുന്നതിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും കടുത്ത വിയോജിപ്പിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. CPM നിയന്ത്രണത്തിലുള്ള നേമം സഹകരണ ബാങ്കിൽ കഴിഞ്ഞ 7 മാസമായി നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് ഇന്ന് നിക്ഷേപ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പട്ടിണി കഞ്ഞി സമരം നടക്കും. 400ഓളം പേർ നേമം പോലീസിൽ പരാതി നൽകുകയും FIR ഇടുകയും ചെയ്തതിന് പിന്നാലെയാണ് സമരം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ നടപടികൾ വൈകുന്നതിലാണ് പ്രതിഷേധം. തിരുവനന്തപുരം പള്ളിത്തുറ സ്കൂളിൽ നിന്ന് 3 വിദ്യാർത്ഥികളെ കാണാതായതായി പരാതി. തുമ്പ കാസ്ട്രോ നഗറിൽ താമസിക്കുന്ന നിതിൻ, ഭൂവിൻ, വിഷ്ണു എന്നിവരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇന്നലെ മുതൽ ആണ് ഈ വിവരം പുറത്തു വന്നത്. +2 വിദ്യാർത്ഥികളാണ് ഇവർ. അരുൺ മോഹൻ പങ്കുവെക്കുന്നുണ്ട്. അരുൺ, എന്തെങ്കിലും സൂചനകൾ പോലീസിനുണ്ടോ? മാതാപിതാക്കളാണോ പരാതി നൽകിയത്? തീർച്ചയായും രഞ്ജിത്ത്, ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. മാതാപിതാക്കളാണ് പരാതി നൽകിയത്. ഈ പറഞ്ഞതുപോലെ പള്ളിത്തുറ ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 വിദ്യാർത്ഥികളെയാണ് ഇന്നലെ മുതൽ കാണാതായത്. ഈ പറയുന്ന +2 വിദ്യാർത്ഥി ആയ
വിഷ്ണു, ഭുവിൻ നിതിൻ ഈ 3 വിദ്യാർത്ഥികളാണ് കാണാതായത്. പോലീസ് 2 കേസുകളായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അറിയുന്നത്. കാരണം ആദ്യം നിതിനെ കാണാതാകുമായിരുന്നു, പിന്നെയായിരുന്നു ഭുവിന്റെയും വിഷ്ണുവിന്റെയും മാതാപിതാക്കൾ പരാതിയുമായി വരുന്നത്. എന്തായാലും 3 പേരെയും കാണാനില്ല എന്നാണ് തുമ്പ പോലീസിന് നൽകിയ പരാതി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരുന്നു. രഞ്ജിത്ത്, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വയനാട് മാനന്തവാടിയിൽ തോട്ടം തൊഴിലാളിയെ കടുവ കൊന്നു. വനം വകുപ്പ് താൽക്കാലിക വാച്ചർ അച്ചപ്പന്റെ ഭാര്യ രാധയെയാണ് കടുവ കടിച്ചു കൊന്നത്. ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ അമ്മായിയാണ് മരിച്ച രാധ. പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പി പറിക്കാൻ പോയപ്പോൾ ആയിരുന്നു കടുവ ആക്രമിച്ചത്. നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. കേന്ദ്ര ചട്ടപ്രകാരം രൂപീകരിച്ച സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. കൂടുവെച്ചോ മയക്കുവെടി വെച്ചോ പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വെടിവെച്ചു കൊല്ലാൻ ആണ് അനുമതി. കടുവയ്ക്ക് വേണ്ടി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സ്ഥലത്ത് RRT സംഘം കൂട് സ്ഥാപിച്ചു കഴിഞ്ഞു. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടരുന്നുണ്ട്. പഞ്ചാരക്കൊല്ലി മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം വയനാട്ടിലേക്ക് എത്തും. കടുവയുടെ ആക്രമണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മന്ത്രി OR കേളുവിനെ പ്രദേശവാസികൾ തടഞ്ഞുവെച്ചു. മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കാതെയായിരുന്നു പ്രതിഷേധം. കടുവയെ വെടിവെക്കാമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വിഷം കഴിച്ചതിന് ശേഷം കഴിയുന്ന കഠിനകുളം കൊലപാതക കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. നിലവിൽ ജോൺസൺ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് വിവരം. പ്രതിയുമായി വൈകാതെ തെളിവെടുപ്പ് നടത്താനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ജി ശ്രീത്ത്, കഴക്കൂട്ടം പോലീസിന്റെ സാന്നിധ്യം സ്വാഭാവികമായും ആശുപത്രിയിൽ ഉണ്ടാകും. തെളിവെടുപ്പ് നടത്തുക എന്നത് വളരെ പ്രധാനമാണ്. അതിനുള്ള ആരോഗ്യമുണ്ടോ ഇയാൾക്ക്? ശ്രീത്തിന് കേൾക്കാൻ സാധിക്കുന്നില്ല. കേൾക്കാമോ ശ്രീത്ത്? ഇല്ല, സാങ്കേതിക പ്രശ്നമുണ്ട്. അതിലേക്ക് വരാം എന്ന് കരുതുന്നു. അല്പസമയത്തിനകം തന്നെ ജി ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും പ്രതി ജോൺസൺ ഔസേപ്പ് കഠിനകുളം കൊലപാതകം അതിൽ വളരെ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇയാൾ ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഠിനകുളം കൊലപാതകത്തിലെ പ്രതിയാണ് ജോൺസന് ഇപ്പോൾ അവിടെ ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അവിടെ ജോൺസൺ വിഷം കഴിച്ച് ചികിത്സയിലാണ്. ആ വാർത്തയിലേക്ക് വരാം അല്പസമയത്തിനകം തന്നെ. എന്നാലും പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇയാൾ. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താം എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഇടുക്കി ചൊക്രമുടി കയ്യേറ്റം ഒഴിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി വേണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. കുറ്റക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും MP പറഞ്ഞു. അന്വേഷണ ചുമതലക്കാരനായിട്ടുള്ള IG സേതുരാമൻ നൽകിയതായ റിപ്പോർട്ട് വളരെയധികം കുറ്റപ്പെടുത്തലോട് കൂടിയിട്ടാണ്. അന്വേഷണത്തിലൊക്കെ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും കുറ്റക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സമീപനങ്ങളാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുകളായിപ്പോൾ നമുക്ക് പുറത്തു വരുന്നിട്ടുള്ളത്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധകരമാണ്. ഏറെ വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ചൊക്രമുടി കയ്യേറ്റം അത് ഒഴിപ്പിക്കുക തന്നെ വേണം. അതിനുവേണ്ടി ശക്തമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. മറ്റൊരു വാർത്തയിലേക്ക്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. 10,000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയന്റോ ആണ് ഈ വർഷത്തെ മുഖ്യ അതിഥി. ഇന്ത്യ എന്ന ആശയത്തിന്റെ നെടുംതൂണായ ഭരണഘടന നിലവിൽ വന്ന ദിവസം. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യതലസ്ഥാനം. ഈ വർഷത്തെ മുഖ്യ അതിഥിയായ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയന്തോ ഡൽഹിയിലെത്തി. വിദേശകാര്യ സഹമന്ത്രി പ്രബിത മാർഗരേറ്റയുടെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പാണ് അദ്ദേഹത്തിന് നൽകിയത്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന 4ാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് പ്രബാവോ. 1950-ൽ ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്തോനേഷ്യയുടെ ആദ്യ പ്രസിഡന്റ് സുകാർണോ ആയിരുന്നു മുഖ്യാതിഥി. സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ്, അതായത്
സുവർണ ഭാരതം, പൈതൃകവും വികസനവും എന്നതാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ തീം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വികസനത്തിലേക്കുള്ള കുതിപ്പുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിക്കുന്നതോടെയാകും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകുക. കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാവിഭാഗങ്ങളുടെ മാർച്ച് പാസ്റ്റിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും. രാജ്യത്തിന് സംഭാവന ചെയ്ത വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും. വിവിധ വിഭാഗങ്ങളിലായി 10,000 പേരാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളായി എത്തുന്നത്. പരേഡിൽ പങ്കെടുക്കാനുള്ള പാസുള്ളവർക്ക് മെട്രോയിൽ സൗജന്യ യാത്രയൊരുക്കും. കേരളത്തിൽ നിന്ന് 150 പേരെയാണ് സ്വർണിം ഭാരതിന്റെ ശില്പികളായി അംഗീകരിച്ച് പരേഡിൽ അതിഥികളായി ക്ഷണിച്ചിരിക്കുന്നത്. കായിക മത്സരങ്ങളിലെ വിജയികൾ, കൈത്തറി കരകൌശല തൊഴിലാളികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ളവരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളുടെയും മന്ത്രാലയങ്ങളുടെയും 31 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരക്കുമെങ്കിലും ഇത്തവണയും കേരളത്തിന് അവസരമില്ല. കനത്ത സുരക്ഷയാണ് ഡൽഹിയിൽ ഒരുക്കിയിട്ടുള്ളത്. 70 കമ്പനി പാരാമിലിറ്ററി ഫോഴ്സും 15,000-ഓളം പോലീസുകാരെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഫെബ്രുവരി 5 നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ട് സൗജന്യ വാഗ്ദാനങ്ങളിൽ മത്സരിക്കുകയാണ് 3 രാഷ്ട്രീയ പാർട്ടികളും. ഇതിൽ ആരുടെ വാഗ്ദാനം ഡൽഹിയിലെ ജനങ്ങൾ വിശ്വസിക്കും എന്നറിയാൻ വോട്ടെണ്ണുന്ന ഫെബ്രുവരി 8 വരെ കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ സൗജന്യങ്ങൾ നൽകുന്നതാര്? ഈ മത്സരമാണിപ്പോൾ ഡൽഹിയിൽ 3 പാർട്ടികളും തമ്മിൽ. സ്ത്രീകൾ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ, പുരോഹിതർ. ഓരോ വിഭാഗത്തിന്റെയും വോട്ടുറപ്പിക്കാനായി സൗജന്യ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. തൊഴിൽരഹിതരായ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാസം 2,100 രൂപ നൽകുന്ന മഹിളാ സമ്മാൻ യോജനയാണ് സ്ത്രീ വോട്ട് ലക്ഷ്യമിട്ടുള്ള ആപ്പിന്റെ തുറുപ്പ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് 2,500 രൂപ BJP വാഗ്ദാനം ചെയ്യുന്നു. കോൺഗ്രസ് പ്യാരി ദീദി യോജന വഴി 2,500 രൂപയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകുന്ന ദളിത് വിദ്യാർത്ഥികളുടെ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് ആപ്പിന്റെ വാഗ്ദാനം. UPSC പരീക്ഷാ പരിശീലനത്തിന് ദളിത് ഉദ്യോഗാർത്ഥികൾക്ക് 15,000 രൂപയാണ് BJP വാഗ്ദാനം. 1 വർഷത്തേക്ക് 8,500 രൂപയുടെ അപ്രന്റീസ്ഷിപ്പാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ആപ്പ് ഉറപ്പു നൽകുന്നു. 60 കഴിഞ്ഞവർക്കും 70 കഴിഞ്ഞവർക്കും 2,500 രൂപയും 3,000 രൂപയും പെൻഷനാണ് BJP വാഗ്ദാനം. ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പെൺമക്കളുടെ വിവാഹത്തിന് 1 ലക്ഷം രൂപയും യൂണിഫോം വാങ്ങാൻ വർഷം 2 തവണ 2,500 രൂപയും ആപ്പ് വാഗ്ദാനം ചെയ്യുന്നു. LPG സിലിണ്ടറിന് 500 രൂപ സബ്സിഡിയും 2 ഫ്രീ സിലിണ്ടറുമാണ് BJPയുടെ വാഗ്ദാനം. 500 രൂപയ്ക്ക് സിലിണ്ടറാണ് ഇതിനുള്ള കോൺഗ്രസിന്റെ മറുപടി. പുരോഹിതന്മാർക്ക് മാസം 18,000 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ച ആപ്പിന്റെ വാഗ്ദാനമാണ് കിട്ടുന്ന തുകയിൽ ഏറ്റവും വലുത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ സർക്കാർ വാഹനങ്ങളിൽ വിതരണം ചെയ്യുന്നു എന്ന ആരോപണവുമായി കാൽക്കാജി നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്ക ലാംബ. മുഖ്യമന്ത്രി അതിഷി ചട്ടങ്ങൾ ലംഘിച്ച് PWD വാഹനങ്ങളിലാണ് പ്രചരണ സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണ് ആപ്പ് നടത്തുന്നതെന്നും അവർ ആരോപിച്ചു. അതിഷി मरलीना ने नियमों का उल्लंघन किया. PWD की सरकारी गाड़ियों में आम आदमी पार्टी की प्रचार सामग्री पकड़ी गई और FIR हुई. आज अतिशी मरलीना बिधुड़ी के खिलाफ FIR कर रही हैं. ये दोनों की जो लड़ाई है ना, नूरा कुश्ती कि तुम मेरे ऊपर FIR करो, मैं तुम्हारे ऊपर, तुम मेरे ऊपर आरोप लगाओ, मैं पर. ये कालका जी की जनता ना तंग आके परेशान हो चुकी है. इनका मकसद सिर्फ एक है कि मुद्दों से भटकाओ. जो असल मुद्दे हैं लोगों के, जिससे वो दुखी है, परेशान है, चेंज चाहते हैं, उस पे बात ना हो जाए कहीं पर. YSR കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് V. വിജയസായി റെഡ്ഡി ഇന്ന് രാജ്യസഭാ അംഗത്വം രാജിവെക്കും. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് രാഷ്ട്രീയ മതയാക്കുന്ന കാര്യം MP പങ്കുവച്ചത്. രാജിവെക്കാൻ ആരിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നില്ലെന്നും ആരും തന്നെ സ്വാധീനിച്ചിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നു. YSR കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് 2 തവണ വിജയസായി രാജ്യസഭയിലെത്തിയിട്ടുണ്ട്. ജഗൻ മോഹൻ റെഡ്ഡിയുടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് വിജയസായി റെഡ്ഡി. മംഗളൂരുവിലെ യൂണിസെക്സ് സലൂണിൽ ആക്രമണം നടത്തിയ ശ്രീരാമസേന പ്രവർത്തകർ അറസ്റ്റിൽ. മലയാളി ഉൾപ്പെടെ 14 പേരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായവരിൽ ഒരു മാധ്യമപ്രവർത്തകനും ഉൾപ്പെടുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മംഗളൂരുവിൽ വീണ്ടും സദാചാര ഗുണ്ട ആക്രമണം.
കഴിഞ്ഞ ദിവസമാണ് ബജായ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കളേഴ്സ് യൂണിസെക്സ് സലൂണിന് നേരെ ശ്രീരാമസേനയുടെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ മലയാളി ഉൾപ്പെടെ 14 പേരെ അറസ്റ്റ് ചെയ്തു. സ്ഥാപന ഉടമ സുധീർ ഷെട്ടി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കാസർഗോഡ് ഉപ്പള സ്വദേശി പുരന്ദ്ര റൈ, പെടമേലെ മങ്കി സ്റ്റാൻഡിലെ ശരൺ രാജ്, ബണ്ട്വാൾ സ്വദേശി ഹർഷീദ് എന്ന ഹർഷരാജ്, വാമഞ്ചൂർ മൂടഷെഡ് സ്വദേശി രവി പൂജാരി എന്ന മോഹൻദാസ്, വാമഞ്ചൂർ അംബേദ്കർ നഗർ സ്വദേശി സച്ചിൻ തുടങ്ങി 14 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ മാധ്യമപ്രവർത്തകനായ ശരൺ രാജ് 2012 ശ്രീരാമസേനയുടെ നേതൃത്വത്തിൽ നടന്ന പബ് ആക്രമണ കേസിലെ പ്രതിയായിരുന്നു. ഈ കേസിൽ 1 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. 2024 ആഗസ്റ്റിൽ കോടതി ഇയാളെ വെറുതെ വിട്ടു. അന്ന് പബ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ശരൺ രാജായിരുന്നു. സലൂണിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. സ്ഥാപനത്തിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ അസഭ്യം പറയുകയും സലൂണിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. സംഭവത്തിൽ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് 18 മംഗളൂരു. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി ഇന്ന് പരിഗണിക്കും. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് വനിതാ ഡോക്ടറുടെ കുടുംബം നേരത്തെ നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് മരണം വരെ തടവും 50,000 രൂപ പിഴയും കൊൽക്കത്ത കോടതി ശിക്ഷ വിധിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ചയ്ക്ക് വഴിതെളിയുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മുൻകൈയെടുത്തില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പുടിന്റെ സൂചനയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. ചുമതലയേൽക്കും മുമ്പ് ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന വാക്കുപാലിച്ചാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. അടുത്ത ലക്ഷ്യം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കലാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ റഷ്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതിനാൽ യുദ്ധം അവസാനിപ്പിക്കുക സാധ്യമല്ലെന്ന് പുടിൻ വ്യക്തമാക്കി. ചർച്ചയ്ക്ക് പിന്നിൽ പുടിന്റെ ലക്ഷ്യം യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ആണവ നിരായുധീകരണ വിഷയമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ദാവോസിൽ വേൾഡ് എക്കണോമിക്സ് ഫോറത്തിൽ പങ്കെടുത്ത ട്രംപ് ആഗോള എണ്ണവില കുറച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്നു. യുക്രൈനുമായുള്ള യുദ്ധവും എണ്ണവിലയുമായി ബന്ധമില്ലെന്നാണ് റഷ്യയുടെ മറുപടി. റഷ്യയുടെ അഭിപ്രായം കേൾക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾക്കു കാരണമെന്നും പ്രതികരണം. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പുടിന്റെ സൂചനയ്ക്ക് പിന്നിൽ ഭീഷണിക്കൊപ്പം ചർച്ചാ സാധ്യതയും തുറന്നിട്ട ട്രംപിന്റെ പ്രതികരണമാണെന്നും വിലയിരുത്തുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയെ സഹായിച്ച രാജ്യമാണ് റഷ്യയെന്നും പുടിനുമായി നല്ല ബന്ധമാണ് തനിക്കുള്ളതെന്നും പറഞ്ഞ ട്രംപ് പക്ഷേ യുദ്ധം തുടർന്നാൽ ഉപരോധത്തിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും കൂട്ടിച്ചേർത്തു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാലാഖയല്ലെന്നുകൂടി ട്രംപ് പ്രതികരിച്ചു. ട്രംപിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഫലമാണ് ചർച്ചയ്ക്ക് വഴിതെളിക്കുന്നതെന്നും നിരീക്ഷകർ കരുതുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തതനുസരിച്ച് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പുരോഗമിക്കുന്നു. 538 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തവരിൽ തീവ്രവാദികളെന്ന് സംശയിക്കുന്നയാളും ക്രിമിനൽ ഓർഗനൈസേഷനായ 10 ഡി അരഗ്വ ഗ്യാങ്ങിലെ 4 അംഗങ്ങളും പ്രായപൂർത്തിയാകാത്തവർക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയവരും ഉൾപ്പെടുന്നതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിരവധി അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ കയറ്റി അവരുടെ രാജ്യങ്ങളിലേക്ക് വിട്ടു. ഹമാസ് ബന്ദികളാക്കിയ 4 വനിതാ സൈനികരെ ഇന്ന് മോചിപ്പിക്കും. ഇസ്രായേൽ 200ഓളം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിൽ വ്യവസ്ഥ
ചെയ്തിട്ടുള്ളതനുസരിച്ച് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന 120 തടവുകാരെയും മറ്റ് 80 തടവുകാരെയും മോചിപ്പിക്കുമെന്നാണ് കരുതുന്നത്. കരാറിന്റെ ഭാഗമായി ഗസയിൽ നിന്ന് ബന്ദിയാക്കപ്പെടുന്ന ഓരോ വനിതാ സൈനികനും 50 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. വിഷം കഴിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന കഠിനകുളം കൊലപാതക കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. മരുന്നുകളോട് ഇയാൾ പ്രതികരിക്കുന്നുണ്ട്. ഇയാളെ ഇന്നോ നാളെയോ തെളിവെടുപ്പിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ശ്രീജിത്ത്, ഇയാളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? കഠിനകുളം വരെയൊക്കെ എത്തിക്കാനുള്ള ആരോഗ്യത്തിലെത്തിയോ ആള്? നിലവിലെത്തിയിട്ടില്ല എന്നാണ് രഞ്ജിത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നും പോലീസിന്റെ അടുത്ത് നിന്ന് അടക്കം ലഭിക്കുന്ന വിവരം അതാണ്. ഇയാളുടെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമായ ശേഷം മാത്രമേ ഡിസ്ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് ഇയാൾ എലിവിഷവും കഴിച്ചിട്ടുണ്ട് എന്ന് ഇയാൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വൈകിയാണെങ്കിലും അതിന്റെ റിയാക്ഷൻ ഉണ്ടായാൽ അത് ഇയാൾക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ഒരുപക്ഷെ അത് കൂടുതൽ സങ്കീർണതയിലേക്ക് പോവുകയും ചെയ്യും. പോലീസിനെ സംബന്ധിച്ച് ഇയാളെ പൂർണ്ണ ആരോഗ്യവാനായി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതിനുശേഷം മാത്രമേ തുടർ നടപടികൾക്കായി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കാരണം ഇതിനിടെ ഈ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വന്ന ശേഷം പിന്നെന്തെങ്കിലും സംഭവിച്ചാൽ അത് പോലീസിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. അത് ഒഴിവാക്കാൻ കൂടി ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമായി ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇന്നും ഡിസ്ചാർജ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് രാവിലെ അറിയാൻ സാധിച്ചത്. എന്തായാലും ഇയാളുടെ ആരോഗ്യനില കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. അതെല്ലാം പൂർണ്ണമായും പരിശോധിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക. കഠിനംകുളം CA ഉൾപ്പെടെയുള്ളവർ മിനിയാന്ന് തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇന്നലെ രാവിലെ പക്ഷെ അവർ മടങ്ങിയിരുന്നു. എന്തായാലും പോലീസ് സംരക്ഷണത്തിൽ തന്നെയാണ് ഇയാൾ ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഉള്ളത്. ഇയാളുടെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമായാൽ ഏത് നിമിഷവും തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടികളിലേക്ക് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പത്തനംതിട്ടയിൽ മദ്യപാനത്തെ തുടർന്ന് കൊലപാതകം നടത്തിയ സംഭവത്തിൽ പ്രതി ശിവപ്രസാദ് പിടിയിൽ. ഇന്നലെ രാത്രിയാണ് കലഞ്ഞൂർ കഞ്ചോട് സ്വദേശി മനു കൊല്ലപ്പെട്ടത്. ഇരുവരും സുഹൃത്തുക്കളാണ്. കൂടുതൽ വിവരങ്ങൾ ശശിനാരായണൻ നൽകും. ഇയാളെ എവിടെ നിന്നാണ് പിടിച്ചത് ശശിനാരായണൻ? രഞ്ജിത്തെ, കലഞ്ചൂരിലുണ്ടായ കൊലപാതകത്തിൽ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. പത്തനംതിട്ട കുമ്പഴയിൽ നിന്നാണ് പ്രതി ശിവപ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ തമ്മിൽ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഈ കൊല്ലപ്പെട്ട മനുവും അതുപോലെ തന്നെ ശിവപ്രസാദും സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ ഇന്നലെ രാത്രിയിൽ ഇവരുടെ ശിവപ്രസാദിന്റെ വീട്ടിൽ ഒത്തൊരുമിച്ചുണ്ടായിരുന്നു. ശിവപ്രസാദിന്റെ വീട്ടില് ഈ വീടിന്റെ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് സ്ഥലം നിരപ്പാക്കുന്നതിന് വേണ്ടി ഹിറ്റാച്ചിയുമായിട്ടാണ് മനു എത്തിയത്. തുടർന്ന് ഇവര് മദ്യപിക്കുകയും ആ മദ്യപാനത്തിന് ശേഷം ഉണ്ടായ വാക്കുതർക്കം തന്നെയാണ് കൊലപാതകത്തിൽ എത്തിയത്. ആ കൊലപാതകത്തിന് ശേഷം ഈ മനു മരിച്ചതിന് ശേഷം ഈ ശിവപ്രസാദ് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതിയെ പോലീസ് കസ്റ്റഡി എടുത്തുള്ളത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മറ്റെന്തെങ്കിലും കാരണമുണ്ട്? ഇവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഉണ്ടാവുകയും അടിപിടി ഉണ്ടാവുകയും തുടർന്നാണ് മനു വീട്ടിൽ കൊല്ലപ്പെടുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? മറ്റു വൈരാഗ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ ഈ കൊലപാതകത്തിന് എന്ന കാര്യങ്ങൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുള്ളൂ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും അടുത്തടുത്ത് താമസിക്കുന്നവരാണ്, സുഹൃത്തുക്കളാണ്, ഒന്നിച്ചു പഠിച്ചവരാണ്. ഈ ശിവപ്രസാദിന് വർക്ക്ഷോപ്പ് വീടിന്റെ സമീപം നിർമ്മിക്കുന്നതിനായി സ്ഥലം നിരപ്പാക്കാനാണ് മനുവിനെ വിളിച്ചു വിളിച്ചത്. അങ്ങനെ അവർ രാത്രിയിൽ ഈ പണികൾക്ക് ശേഷം മദ്യപിച്ചതിന് ശേഷം കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് പരസ്പരം വാക്കുകൾക്ക് ഉണ്ടായും അടി ഉണ്ടാവുകയും ചെയ്തു. ആ അടി ഉണ്ടാവുകയും ബോധരഹിതനായി മനു ശിവപ്രസാദിന്റെ വീട്ടിൽ വീഴുകയും ചെയ്തു. തുടർന്ന് ശിവപ്രസാദ് തൊട്ടടുത്തുള്ള പഞ്ചായത്ത് മെമ്പറെ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് മനുവിനെ പത്രാവത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് മനു മരിച്ച വിവരം അറിയുന്നത്. എന്തായാലും അപ്പോൾ തന്നെ ശിവപ്രസാദ് സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ ഒരു അന്വേഷണത്തിലാണ് പത്തനംതിട്ട കുമ്പഴയിൽ നിന്നും ഇപ്പോൾ ശിവപ്രസാദ് പിടിയിലായിരിക്കുന്നത്. വാക്കുതർക്കം മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ അടിപിടിക്ക് കാരണം അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് കാരണം എന്നാണ് DSP രാജപ്പൻ റാവുത്തർ വ്യക്തമാക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇനി എന്തെങ്കിലും കാരണങ്ങൾ ഇതിനുണ്ടോ, ഈ മരണത്തിനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ചു വരികയാണ്. രഞ്ജിത്തെ, ശരി. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. കോഴിക്കോട് നാദാപുരം പുളിയാവിൽ അപകടകരമായി വാഹനമോടിച്ച് റീൽസ് ചിത്രീകരണം നടത്തിയ സംഭവത്തിൽ 4 പേർ അറസ്റ്റിലായി. റീൽസ് ചിത്രീകരിച്ച 7 വാഹനങ്ങൾ തിരിച്ചറിഞ്ഞു. 5 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കല്ലാച്ചിയിൽ നിന്നും പുളിയാവിലേക്കുള്ള യാത്രക്കിടെ വിവാഹ സംഘം അപകടകരമായി റീൽസ് എടുത്തത്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് കേസ് എടുത്തത്. ഇവരുടെ
ലൈസൻസ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചേക്കും. മലപ്പുറം ചങ്ങരംകുളത്ത് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച 17-കാരി പ്രസവിച്ചു. സംഭവത്തിൽ 21-കാരനായ യുവാവിനെ ചങ്ങരംകുളം പോലീസ് പിടികൂടി. പെൺകുട്ടിയുടെ സുഹൃത്താണ് ഇയാൾ എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അധികം വൈകാതെ പെൺകുട്ടി പ്രസവിക്കുകയായിരുന്നു. ചങ്ങരംകുളം പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പിടികൂടിയത്. ചങ്ങരംകുളം CI ഷൈന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. യുവാവിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഠന സമയത്താണ് യുവാവ് പെൺകുട്ടിയുമായി അടുത്തതെന്നാണ് വിവരം. ഇയാൾ ഇപ്പോൾ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മുദ്രാ ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിൽ. കൈമനം സ്വദേശി മഹേഷ് ആണ് അറസ്റ്റിലായത്. 7 പേരാണ് തട്ടിപ്പിനിരയായത്. കുറച്ചു ദിവസമായി മഹേഷ് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മോഷണ ശ്രമത്തിനിടെ നടൻ സെയ്ഫ് അലി ഖാനെ കുത്തിയ കേസിൽ അറസ്റ്റിലായത് യഥാർത്ഥ പ്രതിയല്ലെന്ന് പ്രതിയുടെ പിതാവ്. CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് തന്റെ മകനല്ലെന്നും മകനെതിരെ പോലീസ് വ്യാജ തെളിവുണ്ടാക്കിയെന്നും പ്രതി ബംഗ്ലാദേശ് പൗരൻ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷഹസാദിന്റെ പിതാവ് റോഹുൽ അമീൻ പറഞ്ഞു. അനധികൃതമായി ഇന്ത്യയിലെത്തുന്നവരായതിനാലും പാവങ്ങളായതിനാലും തങ്ങളെ കൊടുക്കാൻ എളുപ്പമാണെന്നും പാവങ്ങളാണെങ്കിലും ഞങ്ങൾ കള്ളന്മാരല്ലെന്നും റോഹുൽ അമീൻ പറഞ്ഞു. ബംഗ്ലാദേശ് സ്വദേശിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ബംഗളൂരുവിൽ വലിയ നടുക്കമാണുണ്ടാക്കിയത്. സ്വകാര്യ അപ്പാർട്ട്മെന്റിലെ ജോലിക്കാരിയാണ് മരിച്ചത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം കൽക്കര തടാകത്തിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 6 വർഷമായി ഭർത്താവിനും 3 കുട്ടികൾക്കുമൊപ്പം ബംഗളൂരുവിൽ താമസിക്കുകയായിരുന്നു ബംഗ്ലാദേശ് യുവതി. നഗരത്തിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ വീട്ടുജോലി ചെയ്തു വരികയായിരുന്നു ഈ 28-കാരി. ഇന്നലെ ജോലി കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയ യുവതി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല. ഏറെ സമയം കഴിഞ്ഞിട്ടും യുവതിയെ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ കുടുംബം രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇന്ന് രാവിലെ കൽക്കര തടാകത്തിന് സമീപത്തെ വിജനമായ സ്ഥലത്തു നിന്ന് യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തു. ബലാത്സംഗത്തിന് ശേഷം കല്ലുകൊണ്ട് പലതവണ അടിച്ച് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. ശേഷം കഴുത്ത് ചരിച്ചാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക വിവരം. മൃതദേഹം കണ്ടെത്തിയ കൽക്കര തടാകത്തിന് സമീപത്തെ പ്രദേശത്ത് വർഷങ്ങളായി മാലിന്യങ്ങൾ തള്ളുന്ന ഇടമാണ്. ഇവിടെ വെച്ചാണോ യുവതി പീഡനത്തിന് ഇരയായത് എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരം ഇന്ന് ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ. ആദ്യ മത്സരത്തിലെ ടീമിൽ ഒരു മാറ്റമുണ്ടാകും. മുഹമ്മദ് ഷമി തിരിച്ചെത്തും. രവി ബിഷ്ണോയിക്ക് പുറത്തിരിക്കേണ്ടി വരും. ഈ മത്സരവും ജയിച്ച് 5 മത്സരങ്ങളുടെ പരമ്പര 2-0 മുന്നിലെത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ് എത്തും.